അങ്കിളെ, ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയതാ. പക്ഷെ ഇതിൽ ഇത്രയധികം പുസ്തകങ്ങളുണ്ടോ? ഉൽപ്പത്തി, സങ്കീർത്തനങ്ങൾ, മത്തായി. ഇതൊക്കെ എങ്ങനെയാ ഒന്നിനു പുറകെ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നത്? ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വല്ല വഴിയുമുണ്ടോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട, മനുഷ്യരെയും ചരിത്രത്തെയും സ്വാധീനിച്ച മഹത് ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഈ പുസ്തകം വായിക്കുവാൻ തുടങ്ങി എന്നത് വലിയ കാര്യം തന്നെയാണ്. ബൈബിൾ ഒരു പുസ്തകം മാത്രമല്ല, അത് വായിക്കുന്നതും ജീവിതത്തിൽ പകർത്തുന്നതും വലിയ അനുഗ്രഹമാണെന്ന് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ ആണ്. എന്നാൽ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ മഹാസമാഹാരത്തെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് നന്ദി. ബൈബിൾ വിജ്ഞാനകോശം എന്ന ഈ പുതിയ വീഡിയോ പരമ്പരയിലൂടെ ബൈബിളിനെ ആഴത്തിൽ അറിയാൻ നമുക്ക് ശ്രമിക്കാം. ആദ്യ എപ്പിസോഡിൽ ബൈബിൾ പുസ്തകങ്ങളുടെ തരംതിരിവിനെക്കുറിച്ച് പഠിക്കാം. ബൈബിളിനെ പ്രധാനമായും 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുമാണ് ഉള്ളത്. ആകെ 66 പുസ്തകങ്ങൾ. ഇവയെ അവയുടെ ഉള്ളടക്കം അനുസരിച്ച് പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ വിഭാഗങ്ങൾ ഏതെല്ലാം ആണെന്ന് നോക്കാം. സത്യവേദ പുസ്തക ക്രമം അനുസരിച്ച് പഴയ നിയമത്തെ 4ആയി തിരിക്കാം. 1. മോശൈക ഗ്രന്ഥങ്ങൾ, 5 എണ്ണമാണ് ഉള്ളത്. 2. ചരിത്ര പുസ്തകങ്ങൾ, അത് 12 എണ്ണമാണ് ഉള്ളത്. 3. കാവ്യ പുസ്തകങ്ങൾ, അത് 5 എണ്ണമാണ് ഉള്ളത്. 4. പ്രവചന പുസ്തകങ്ങൾ, ഇത് 17 എണ്ണം ആണ് ഉള്ളത്. വിശദാംശങ്ങൾ നമുക്ക് ആദ്യ വിഭാഗമായ മോശൈക ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇവയെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നും വിളിക്കുന്നു. പ്രപഞ്ചോൽപ്പത്തി, ജീവജാലങ്ങളുടെ ഉൽപ്പത്തി, മനുഷ്യന്റെ സൃഷ്ടിപ്പ്, ഇസ്രായേൽ ജനതയുടെ ഉൽപ്പത്തി, ന്യായപ്രമാണം ആദിയായവ ഇതിൽ വിവരിക്കുന്നു. ഇതിൽ ഉൾപ്പെട്ട പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഇനി പറയുന്നു. 1. ഉൽപ്പത്തി പുസ്തകം. 2. പുറപ്പാട് പുസ്തകം. 3. ലേവ്യ പുസ്തകം. 4. സംഖ്യ പുസ്തകം. 5. ആവർത്തന പുസ്തകം എന്നിവയാണ് മോശൈക പഞ്ചഗ്രന്ഥങ്ങൾ. രണ്ടാമത്തെ വിഭാഗമായ ചരിത്ര പുസ്തകങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇത് ആകെ 12 എണ്ണം ആണ് ഉള്ളത്. വാഗ്ദത്തനാട് കൈവശം ആക്കിയത് മുതൽ ഇസ്രായേൽ ജനതയുടെ പ്രവാസം വരെയുള്ള ചരിത്രമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പുസ്തകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1. യോശുവ. 2. ന്യായാധിപന്മാർ. 3. രൂത്ത്. 4. 1 ശമൂവേൽ. 5. 2 ശമൂവേൽ. 6. 1 രാജാക്കന്മാർ. 7. 2 രാജാക്കന്മാർ. 8. 1 ദിനവൃത്താന്തം. 9. 2 ദിനവൃത്താന്തം. 10 എസ്രാ. 11 നെഹേമ്യാവ്. 12 എസ്തർ. ഇങ്ങനെ പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങൾ 12 എണ്ണമാണ് ഉള്ളത്. മൂന്നാമത്തെ വിഭാഗം കാവ്യ പുസ്തകങ്ങൾ, അത് 5 എണ്ണം ആണ് ഉള്ളത്. ആത്മീയതയും ജ്ഞാനവും കവിതാരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് ഇത്. 1 ഇയ്യോബ്. 2 സങ്കീർത്തനങ്ങൾ. 3 സദൃശവാക്യങ്ങൾ. 4 സഭാപ്രസംഗി. 5 ഉത്തമഗീതം. ഇവയാണ് പഴയ നിയമത്തിലെ 5 കാവ്യ പുസ്തകങ്ങൾ. നാലാമത്തെ വിഭാഗമായ പ്രവചന പുസ്തകങ്ങൾ 17 എണ്ണമാണ് ഉള്ളത്. 1 യെശയ്യാവ്. 2 ഇരമ്യാവ്. 3 വിലാപങ്ങൾ. 4 യെഹെസ്കേൽ. 5 ദാനിയേൽ. 6 ഹോശയ്യ. 7 യോവേൽ. 8 ആമോസ്. 9 ഓബദ്യാവ്. 10 യോന. 11 മീഖ. 12 നഹൂം. 13 ഹബക്കൂക്ക്. 14 സഫന്യാവ്. 15 ഹഗ്ഗായി. 16 സെക്കരിയാവ്. 17 മലാക്കി.
ഇങ്ങനെ പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങൾ 17 എണ്ണമാണ് ഉള്ളത്. സത്യവേദ പുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ച് പ്രധാനമായും 4 വിഭാഗങ്ങളായി തിരിക്കാം. 1, സുവിശേഷങ്ങൾ 4 എണ്ണം ഉണ്ട്. 2, ചരിത്ര പുസ്തകം ഒരേ ഒരെണ്ണം മാത്രമുണ്ട്. 3, ലേഖനങ്ങൾ 21 എണ്ണം ഉണ്ട്. 4, പ്രവചന പുസ്തകം ഒരേ ഒരെണ്ണം മാത്രമാണ് ഉള്ളത്. ഒന്നാമത്തെ വിഭാഗമായ സുവിശേഷങ്ങൾ 4 പുസ്തകമാണ് ഉള്ളത്. 4 സുവിശേഷങ്ങളാണുള്ളത്. യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, ഉപദേശങ്ങൾ, മരണം, പുനരുത്ഥാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 4 പുസ്തകങ്ങൾ. 1, മത്തായി എഴുതിയ സുവിശേഷം. 2, മർക്കോസ് എഴുതിയ സുവിശേഷം. 3, ലൂക്കോസ് എഴുതിയ സുവിശേഷം. 4, യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നിങ്ങനെ 4 പുസ്തകങ്ങൾ. രണ്ടാമത്തെ വിഭാഗമാണ് ചരിത്ര പുസ്തകം. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആദ്യകാല സഭയുടെ വളർച്ചയും അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുതിയ നിയമത്തിലെ ഒരേ ഒരു ചരിത്ര പുസ്തകം. മൂന്നാമത്തെ വിഭാഗമാണ് ലേഖനങ്ങൾ. അത് ആകെ 21 എണ്ണമാണ് ഉള്ളത്. വിശ്വാസികളെയും സഭകളെയും ആത്മീയമായി നയിക്കുന്നതിനായി അപ്പോസ്തലന്മാർ എഴുതിയ കത്തുകളാണ് ഇവ. ഇതിനെ വീണ്ടും 2ആയി തിരിക്കാം. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ ആകെ 14 എണ്ണം. പൊതുവായ ലേഖനങ്ങൾ ആകെ 7 എണ്ണം. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ: 1, റോമർ. 2, 1 കൊരിന്ത്യർ. 3, 2 കൊരിന്ത്യർ. 4, ഗലാത്യർ. 5, എഫേസ്യർ. 6, ഫിലിപ്പിയർ. 7, കൊലോസ്യർ. 8, 1 തെസ്സലോനിക്കർ. 9, 2 തെസ്സലോനിക്കർ. 10, 1 തീമോഥെയോസ്. 11, 2 തീമോഥെയോസ്. 12, തീത്തോസ്. 13, ഫിലേമോൻ. 14, ഇബ്രായർക്ക് എഴുതിയ ലേഖനം. ഇങ്ങനെ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ ആകെ 14 എണ്ണം. പൊതുവായ ലേഖനങ്ങൾ: 1, യാക്കോബ് എഴുതിയ ലേഖനം. 2, പത്രോസിന്റെ 1-ാം ലേഖനം. 3, പത്രോസിന്റെ 2-ാം ലേഖനം. 4, യോഹന്നാന്റെ 1-ാം ലേഖനം. 5, യോഹന്നാന്റെ 2-ാം ലേഖനം. 6, യോഹന്നാന്റെ 3-ാം ലേഖനം. 7, യൂദാ എഴുതിയ ലേഖനം. ഇങ്ങനെ പൊതുവായ ലേഖനങ്ങൾ ആകെ 7. നാലാമത്തെ വിഭാഗമായിട്ടുള്ളത് പ്രവചന പുസ്തകം. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അന്ത്യകാലത്തെക്കുറിച്ചും വെളിപ്പെടുത്തുന്നു. അതാണ് വെളിപ്പാട് പുസ്തകം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടതും ആയ പുസ്തകം അതാണ് വിശുദ്ധ ബൈബിൾ. അതിൻ്റെ ഘടനയും ക്രമവും ആണ് നാം ഇതുവരെ പഠിച്ചത്. ഇപ്പോൾ മനസ്സിലായോ മോളെ? ഈ ക്രമം അറിഞ്ഞാൽ ബൈബിൾ വായിക്കുന്നത് വളരെ എളുപ്പമാകും. അടുത്ത എപ്പിസോഡിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഈ പുസ്തകം എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ എത്തിയത് എന്ന ചരിത്രം നമുക്ക് നോക്കാം. വളരെ നന്ദി അങ്കിളെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.